ഏത് അമ്പലത്തിൽ ഫുഡുണ്ട് പറഞ്ഞാലും ചിലവർ അത് കയറ്റാനായിട്ട് പോകും. ഞാനും എൻ്റെ ഏട്ടനും അങ്ങനെയുള്ള ഒരു ടീമാണ്. പക്ഷെ എൻ്റെ ഏട്ടൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പറയുമ്പോൾ അവൻ ഫുഡ് അടിക്കാനല്ല പോകുന്നത്. അവൻ എന്തിനാണ് പോകുന്നത്? വായ നോക്കാൻ. ആമ്പിളാരാകുമ്പോൾ അതൊക്കെ ചെയ്യും. ഞാൻ പെണ്ണോ ചെക്കൻ്റെ ഒരു തമാശ. പിന്നെ നിങ്ങളെല്ലാവരും ഇന്നത്തെ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇന്നൊരു ടാസ്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരാണ് ഈ വീഡിയോ ഞാനൊരു കാര്യം പറയട്ടെ. ചാർലി എൻ്റർടൈൻമെൻറ്റ്സ് ഒരു ചെറിയ പരിപാടി നടത്താൻ പോവുക. ഒരു കിട്ടുക്ക് പരിപാടി. ഈ വരുന്ന December 25 നമ്മളെ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മളെ വ്ളോഗിൽ അത് പറഞ്ഞിരിക്കും. അതിലാദ്യത്തെ അതെങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ വ്ളോഗിലുണ്ടാവും. നമുക്ക് അതിൽ കൂടി ഗിഫ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരും അയാളോട് കളിച്ച് നമ്മളെ ഒരു സമ്മാനം വാങ്ങാൻ, അതായത് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് ചാർലി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ വ്ളോഗിൽ കയറുക. കാരണം അതിൽ ഇന്നും നാളെയായിട്ട് നമ്മളൊരു വീഡിയോ ഇടും, ഒരു ഷോർട്ട് വീഡിയോ, ഒരു ഗിഫ്റ്റിന് കൊടുത്തത് എങ്ങനെയൊക്കെയാണ്. പക്ഷേ വെറുതെ തന്നാൽ ആ മൈൻഡ് അങ്ങോട്ട് മാറും. അപ്പോൾ വെറുതെ അല്ല വരുന്നത്, ഒരു ചെറിയൊരു ഗെയിം പോലെ നമ്മൾ കളിച്ചു. എന്നിട്ടാണ് അത് ചാർലി എൻ്റർടൈൻമെൻറ്റ്സ് അത് ഞാൻ തീരുമാനിച്ചിട്ട് നിങ്ങളടുത്ത് പറയാം മച്ചാന്മാരെ. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നന്ദി വന്നിട്ട് കുറച്ച് കാര്യമില്ല, ചാർലി എൻ്റർടൈൻമെൻറ്റ്സിൽ തന്നെ കയറണം കേട്ടോ. നമ്മൾ ഇപ്രാവശ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ പോവുകയാണ് അവിടേക്ക്. എയർലൈൻസ് ഉണ്ട് കേട്ടോ. നാട്ടുകാർക്ക് ചിരിക്കാർ വകുപ്പുണ്ടാക്കുക. ഇതിൻ്റെ ഗ്ലാസ് ഇവിടെ ചായ ഇട്ടു. ചായയോ? ഇവിടെ എഴുതിയിട്ടുണ്ട് കോഫി. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സാമ്പാർ വരുന്നുണ്ട്. ഓടുന്നുണ്ട്. ഇവിടെ ആളുണ്ടോ പന്നി? സാധനങ്ങൾ 2 എണ്ണം. ഇത്രയും അടുത്ത് ആനേനെ കാണാൻ എനിക്ക് മാത്രമേ ഭാഗ്യം. ഇറങ്ങിപ്പോടും ആന്ന് ഏതൊക്കെ ആനാന്ന് എന്നെ വിളിച്ച് നോക്കിയത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. സോ എല്ലാവരും പിന്നെ ഇപ്പോൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വയ്യ തിരിച്ചെത്തി കുറേ നേരം എടുത്തു കേട്ടോ. നമ്മളവിടെയൊക്കെ കറങ്ങിയടിച്ച് പിന്നെ ഏട്ടന് കുറച്ച് വായമക്കളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ് കറങ്ങിയടിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ടൈം ഞങ്ങളെ കൊടുക്കാം കേട്ടോ പറ്റുകയാണെങ്കിൽ. സോ ലൈക്ക് അടിക്കട്ടെ ബേബി.